പോലീസ് സ്റ്റേഷൻ എന്നത് ഒരു പാർട്ടിയുടെയോ വ്യക്തിയുടെയോ സ്വകാര്യ ഇടമല്ല. അത് നിയമം സംരക്ഷിക്കേണ്ട സ്ഥാപനമാണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യവും നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും പരിധിക്കുള്ളിലായിരിക്കണം. ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ചെറിയ നിയമലംഘനം പോലും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നടന്ന വിവാദ ഓണാഘോഷം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചു. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു, നിതിൻ രാജ് എന്നിവരുടെ ജാമ്യം റദ്ദാക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് അപേക്ഷ നൽകിയത്. ഓണാഘോഷ വിവാദത്തിന് പിന്നാലെ 6 പോലീസ് ഉദ്യോഗസ്ഥരെ ആംഡ് റിസർവ് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭ മുൻ കൗൺസിലറുമായ IP ബിനു, നിതിൻ രാജ് എന്നിവരുടെ ജാമ്യം റദ്ദാക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് അപേക്ഷ നൽകിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പോലീസ് ഫയലിംഗ് വഴി അപേക്ഷ സമർപ്പിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആകെയുള്ള 25 പ്രതികളും സ്റ്റേഷനിൽ എത്തിയിരുന്നെങ്കിലും പ്രചരിച്ച വീഡിയോയിൽ കൂടുതൽ പ്രാധാന്യത്തോടെ ഉണ്ടായിരുന്നത് IP ബിനുവും നിതിൻ രാജുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ മാത്രം കോടതിയെ സമീപിച്ചത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ ഓണം ആഘോഷിക്കുകയും ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തത് പോലീസിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കാണിക്കാനാണെന്ന് പോലീസ് അപേക്ഷയിൽ പറയുന്നു. അതുകൂടാതെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിനും സ്വാധീനിക്കുന്നതിനുമുള്ള ഉദ്ദേശത്തോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപേക്ഷ വരുന്ന 29-ന് കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോഴാണ് പ്രതികൾ അവിടെ ഓണം ആഘോഷിച്ചത്. ഈ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വലിയ വിവാദത്തിന് വഴിതെളിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ ആംഡ് റിസർവ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഘോഷ ദിവസം GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അജു, പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദൃശ്യ, അസിസ്റ്റന്റ് റൈറ്റർ സുധീഷ, പ്രോസസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജിനീഷ, പോലീസുകാരായ അരുൺ, രതീഷ് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ഇവർക്കെതിരായ വകുപ്പുതല അന്വേഷണം തുടരും. SHO R പ്രശാന്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടി IG തലത്തിൽ തീരുമാനിക്കും. പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രശാന്തിനെ നേരത്തെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.